السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الله والرسول من بعد ما تبين لهم الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. قال النبي صلى الله عليه وسلم: فإنه ما يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ പ്രധാനപ്പെട്ട നിർണായകമായ സമയം നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ലക്ഷം വരുന്ന വിശ്വാസികൾ വിശുദ്ധമായ അറഫയെ കാത്തിരിക്കുകയാണ്. പരിശുദ്ധമായ മക്കയിലെത്തിയ ഹാജിമാർ ഇന്ന് മഗ്രിബോടുകൂടെ മിനായിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവരും കാത്തിരിക്കുന്നത് അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ ലോക മുസ്ലിമീങ്ങളുടെ മഹാസമ്മേളനത്തെയാണ്, അഥവാ പരിശുദ്ധമായ അറഫ സംഗമത്തെയാണ്. അപ്പോൾ ആ ദിവസത്തിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം വിവരിക്കുകയുണ്ടായി. ദുൽഹജ്ജ് 1 പിറന്നു കഴിഞ്ഞാൽ അതിന്റെ 10 ദിനരാത്രങ്ങൾ അതിപ്രധാനമാണ്. അതിൽ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ അതിമഹത്താണ്. ആ കൂട്ടത്തിൽ തന്നെ ദുൽഹജ്ജ് 9 യൗമു അറഫ, അറഫ ദിവസത്തിലെ നോമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. സുഇലാൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യുകഫിറു സനതൽ മാദിയ വൽ ഖാബില, 2 കൊല്ലത്തെ പാപം അഥവാ കഴിഞ്ഞുപോയ 1 കൊല്ലത്തെ പാപവും വരാൻ പോകുന്ന 1 കൊല്ലത്തെ പാപവും പൊറുക്കാൻ നിമിത്തമായ ഒരു നോമ്പാണ് വിശുദ്ധമായ ദുൽഹജ്ജ് 9ന്റെ നോമ്പ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ലോകവിശ്വാസികൾ മുഅ്മിനീങ്ങൾ ആ ദിനത്തെ കാത്തിരിക്കുകയാണ്. ഹാജിമാർ അറഫയിൽ സംഗമിക്കാൻ അവർ ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ്. ഇവിടെയാണ് ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 921 കടന്നു വന്ന ഒരു പറ്റം ആളുകൾ അവര് നമ്മുടെ നാട്ടിൽ നന്മകളെ മുടക്കുന്നു, ഖൈറുകളെ മുടക്കുന്നു, നൂതനമായ പുതിയ ആശയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ലോകത്ത് നാളിതുവരെ വിശ്വസിച്ചു പോന്ന, ആചരിച്ചു പോന്ന നമ്മുടെ മുൻഗാമികൾ, സലഫുസ് സാലിഹീങ്ങൾ, അയിമത്ത് മുജ്തഹിദീങ്ങൾ പഠിപ്പിച്ചു തന്ന വിശ്വാസധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ, ആ ആളുകൾ വ്യത്യസ്തമായ വാദഗതികൾ, അവരുടെ വാദഗതികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജദീദും ഖദീമുമായ ഖൗലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കർമ്മങ്ങളെയും
തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയും അതുമൂലം മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് അവർ എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ മറ്റൊന്നായിരിക്കും, അതിന്റെ പിറ്റേന്ന് വേറെ ഒന്നായിരിക്കും. അങ്ങനെ ഒരു ഇസമാണവർ. അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി നമ്മൾ സൂക്ഷിച്ചിരിക്കണം. നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അവർ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാറ്റി പറഞ്ഞു. തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അവർക്ക് തെറ്റുപറ്റിയെന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കിയ, പ്രത്യേകിച്ച് കേരളത്തിന്റെ മണ്ണിൽ നിലകൊണ്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ മുശ്രിക്കായും കാഫിറായിട്ടും അവർ ചിത്രീകരിച്ചു. മഹാന്മാരെ വിളിക്കുക, മഹാന്മാരോട് സഹായം തേടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശിർക്കും കുഫ്റുമായി അവർ ചിത്രീകരിച്ചു. എത്രത്തോളം അവര് പുലമ്പാത്ത കാര്യങ്ങളില്ല, വിവരമില്ലാത്ത കാര്യങ്ങളാണ് അവർ വിളിച്ചു കൂവുക എന്നത് അവരുടെ ഓരോ പണ്ഡിതന്മാരുടെയും പ്രഭാഷകന്മാരുടെയും അവരുടെ എഴുത്തുകളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ അവരെ കുറിച്ച് മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ നമ്മൾ അറഫയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോ പരിശുദ്ധമായ അറഫ നോമ്പ് എന്ന് നോൽക്കണം, ആ വിഷയത്തിൽ അവർ ഭിന്നതയിലാണ്. നേരത്തെ അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞിരുന്ന, അവരുടെ പണ്ഡിത നേതാക്കന്മാര് പറഞ്ഞിരുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അറഫ നോമ്പെന്ന് പറയുന്നത് ലോക മുസ്ലിമീങ്ങൾ അഥവാ സൗദി അറേബ്യയിൽ ഹാജിമാര് അവര് അറഫയിൽ എന്നാണോ സംഗമിക്കുന്നത് അത് നോക്കിയിട്ടാണ് ഇവിടെയും അറഫ എന്ന്. അതായിരുന്നു കേരള നദ്വത്തുൽ മുജാഹിദീൻ പഠിപ്പിച്ചു വന്നത്. നമുക്ക് നേരത്തെ പരിചയമുള്ളവരാണ്. അവരുടെ ആളുകളോട് സംസാരിച്ചാൽ അവര് പറയുക, ഇന്ന് അറഫ ലൈവല്ലേ, ഹാജിമാര് അറഫയിൽ സംഗമിക്കുന്നത് കണ്ടുകൂടെ? സുന്നികൾ വിവരമില്ലാത്തവരാണ്, അതുകൊണ്ട് സൗദി അറേബ്യയിൽ ഹാജിമാര് എന്നാണോ അറഫയിൽ സംഗമിക്കുന്നത് അന്നാണ് അറഫ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിങ്ങൾ അവരുടെ, അതായത് അറഫ നോമ്പുമായി ബന്ധപ്പെട്ട് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പഴയ വാദം എന്താണ്, നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം. അവരുടെ പഴയ വാദഗതി എന്താണ് ഒന്ന് നോക്ക് നിങ്ങൾ. നാം അറഫ നോമ്പ് അനുഷ്ഠിക്കും, അത് പുതിയ വാദാണ് ഹുസൈൻ സലഫി. നമ്മുടെ കേരളത്തിൽ ദുൽഹജ്ജ് 9 കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ്. അതിനാൽ എല്ലാവരും ചൊവ്വാഴ്ച അറഫ ദിനമായി കണക്കാക്കി അറഫ നോമ്പ് അനുഷ്ഠിക്കുക. സൗദി അറേബ്യയിൽ അറഫയിൽ നിൽക്കുന്നത് തിങ്കളാഴ്ചയാണല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം തിങ്കളാഴ്ചയല്ല നോൽക്കേണ്ടത്. തിങ്കളാഴ്ച നമുക്ക് തിങ്കളാഴ്ച നോമ്പ് എന്ന നിലക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഏറ്റവും മഹത്വമേറിയ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയപ്പെട്ടിട്ടുള്ള മഹത്തായ ഈ വ്രതാനുഷ്ഠാനത്തെ അവഗണിക്കാതെ നാം ഏവരും ശ്രദ്ധയോടെ അനുഷ്ഠിക്കും. യഥാർത്ഥത്തിൽ ലോക മുസ്ലിങ്ങൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന ഹുസൈൻ സലഫി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത മൗലവി, അത് ലോക മുസ്ലിങ്ങൾ അടുത്ത മൗലവി വരുന്നത് ആഘോഷിക്കുന്നതാണ് ആഘോഷിക്കേണ്ടത്. അത് ലോക മുസ്ലിങ്ങളെല്ലാം ആഘോഷിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ബുധനാഴ്ച ആഘോഷിക്കാനാണ് ഇവിടെ ഹിലാൽ കമ്മിറ്റിയും മറ്റും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നമ്മൾ അറഫ നോമ്പ് നമ്മൾ നോക്കേണ്ടത് യഥാർത്ഥ അറഫ ദിവസമാണ്. അവിടെ അറഫ നടക്കുമ്പോൾ, തിങ്കളാഴ്ച അറഫ നടക്കുമ്പോൾ നമ്മൾ അത് അറിയുന്നു, നമ്മൾ ഇവിടുന്ന് കാണുന്നു. എന്നിട്ട് അറഫ കഴിഞ്ഞ് പിന്നെ യൗമുൻ നെഹറാണ് യഥാർത്ഥത്തിൽ ചൊവ്വാഴ്ച. അന്ന് നോമ്പ് നോക്കൽ ഹറാമുമാണ്. അന്ന് നമ്മൾ അറഫ നോമ്പ് എന്നും പറഞ്ഞിട്ട് ഇവിടെ വെച്ച് നോമ്പ് നോക്കുന്നു. അപ്പൊ അത് ഒരു മനസാക്ഷിക്കും യോജിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അറഫ, അവിടെ അറഫ നടക്കുന്ന ദിവസം തന്നെ നമ്മൾ അറഫ നോമ്പ് നോക്കണമെന്നും
പെരുന്നാള് അത് നോമ്പ് നോക്കൽ അത് വ്യക്തിപരമാണ്, സാമൂഹ്യമായിട്ടല്ല. അതുകൊണ്ട് അന്നേ ദിവസം തന്നെ നമ്മൾ അറഫാ ദിവസം തന്നെ നോമ്പെടുക്കണം. പെരുന്നാള് സാമൂഹ്യമായിട്ടാണ് നടത്തേണ്ടത്, വ്യക്തിപരമല്ല. അത് പെരുന്നാള് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചൊരു സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പെരുന്നാൾ ബുധനാഴ്ചത്തേക്ക് ഒരു ദിവസം മാറ്റിവെച്ചുകൊണ്ട് ബുധനാഴ്ച നടത്താം എന്ന് പറഞ്ഞത് ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം നിലനിർത്താനും ആ ദിവസങ്ങളിൽ, പുണ്യ ദിവസങ്ങളിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ഈ മസ്ലഹത്ത് കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മുടെ പള്ളികളിൽ തന്നെ, മുജാഹിദ് പള്ളികളിൽ തന്നെ പെരുന്നാൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അസ്സലാമു അലൈക്കും. സർവ്വലൗകിക മതമാണ് ഇസ്ലാം. ഒരു കാര്യം പറയുമ്പോൾ വെറും പ്രാദേശികത്തിന് വെച്ച് പോരാ, എല്ലായിടത്തും പ്രായോഗികമാണല്ലോ. അതുകൊണ്ട് ധ്രുവപ്രദേശങ്ങളിലൊക്കെ മുസ്ലിമുകളുണ്ട്. അവർ മാസം കാണണം എന്ന് പറഞ്ഞാൽ എവിടെ മാസം കാണണം? അവിടെ മാസം കണ്ടിട്ടാണെങ്കിൽ അവർക്ക് നോക്കാൻ കഴിയില്ല. 6 മാസം ചിലപ്പോൾ മാസം കണ്ടുകൊണ്ട് വരില്ല, പകലായിരിക്കും 6 മാസം. അപ്പോൾ ഈ തീരെ നോമ്പ് കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? അതല്ല. അപ്പോൾ എവിടെയാണ് മാസം കണ്ടത്, ആ കണ്ടിടത്ത് അവിടെ നിന്ന് അവിടെ ഒരു മാസമായി കണക്കാക്കണം. ആ ലോകത്തെ അവിടെ മാസം കണ്ട് മക്കത്തെ കണ്ടാൽ മതി. അല്ലെങ്കിൽ വല്ല അടുത്ത പ്രദേശം മധ്യരേഖ പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ അവരിവിടെ മാസം കാണാൻ ആവശ്യമില്ല. പക്ഷെ മാസം കാണുന്ന ഇത് ശാസ്ത്രീയമായിട്ട് നമ്മൾ മാസം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടാലും, അതല്ല ലോകത്തെവിടെയെങ്കിലും മാസം കണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാലും റമദാൻ മാസത്തിൻ്റെ സാന്നിധ്യമായി, അതാണ് ഷഹാദത്ത് റമദാൻ ഫമൻ ഷഹീദ മിൻകും ഷഹർ, ആ മാസം വഹിച്ചാൽ. ഇതിനിടയിൽ പിന്നെ ഇഖ്തിലാഫുൽ മതാലി എന്നത് വലിയ ഭിന്നിപ്പ് ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. ഉദയവ്യത്യാസം എന്നൊരു ഈ ഉദയവ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് അവിടെ മാസം കണ്ടാൽ ഇവിടെ മാസം കാണൂല. അത് എത്രയാണ് ഉദയവ്യത്യാസം എന്നുള്ളത് നിർണയിക്കപ്പെട്ട് ആരും പറഞ്ഞിട്ടില്ല. അറഫാ നോമ്പ് എന്താ നോൽക്കണ്ടേ? ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം അറഫാ നോമ്പ് നോൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? ദുൽഹിജ്ജ 9 ഓരോ നാട്ടിലും എന്താണോ വരുന്നത് അന്ന് നോൽക്കണം എന്നാണ്. അതേ പ്രായോഗികമാകുള്ളൂ. കാരണം മാർക്കോണി റേഡിയോ കണ്ടെത്തുന്നതിന്റെ മുമ്പ് ഒരു ഇസ്ലാമും അതിന്റെ ശേഷം ഇസ്ലാമും ഉണ്ടാവില്ല. CP ഉമർ സുല്ലമി അടക്കം, ഹുസൈൻ സലഫി അടക്കം, താജുദ്ദീൻ സ്വലാഹി അടക്കമുള്ള ആളുകൾ സംസാരിച്ചു കഴിഞ്ഞു. അതിലിപ്പോ CP ഉമർ സുല്ലമി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക നേതാക്കന്മാർ, ഇന്ന് മർക്കസു ദാവ എന്ന് പറയുന്ന വിഭാഗം ഒക്കെ ഒരു കാലത്ത് അവർ അന്ന് പറഞ്ഞിരുന്ന വാദഗതി എന്ന് പറഞ്ഞാല് അറഫ എന്നാണോ അവിടെ അതേപോലെയാണ് ഇവിടെ എന്നായിരുന്നു. ഇപ്പൊ അതിന്റെ തിരുത്താണ് താജുദ്ദീൻ സ്വലാഹി നടത്തിയത്, സക്കരിയ ഹുസൈൻ സലഫി നടത്തിയത്. എന്ന് പറഞ്ഞാൽ അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടല്ല ഇവിടെ എന്ത് നടത്തേണ്ടത്, നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ ഹജ്ജിന് പോയ ആളുകൾ അവർക്ക് എന്നാണോ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ എന്നാണോ അറഫ നോക്കിയിട്ടല്ല നമ്മൾ അറഫ എന്നുള്ളതാണ്. ആ തിരുത്ത് വന്നത് അടക്കം നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ജ്യോതിശാസ്ത്രം, കണക്ക്, ഇപ്പോ ഇമാം ഖുർത്തുബിയുടെയും ഇമാം സുബുക്കിയുടെയും ബഹുമാനപ്പെട്ട ഇമാം മഹല്ലിയുടെയും അങ്ങനെയുള്ള മഹാന്മാരായ ഷാഫിഹി മദ്ഹബിന്റെ മഹാപണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരൊക്കെ ഇവിടെ മാസം കാണുകയില്ല എന്ന് ജ്യോതിശാസ്ത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കണക്ക് വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞാൽ, അവരൊക്കെ പറയുന്നത് കണക്കിനെ അവലംബമാക്കണം എന്നുള്ളതാണ്. അപ്പൊ റുദ്ദത്തി ഷഹാദത്തോ, സാക്ഷിത്വത്തെ തള്ളണമെന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഹുസൈൻ സലഫി മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ഇന്നുമുണ്ട്. കമ്മിറ്റി കണക്ക് സ്വീകരിച്ചത് ഒരു ഭാഗത്ത് മാത്രമാണ്. അത് ലോകത്ത് ഹിലാൽ കമ്മിറ്റി ആദ്യമായി കണ്ടുപിടിച്ച ഒരു നയമല്ല. ഇന്ന് ഈ ഖാളിമാര് പഠിപ്പിക്കുന്ന, ഈ നേതാക്കന്മാർ അംഗീകരിക്കുന്ന മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ, അവർ നാഴികക്ക് 40 വട്ടം തെളിവിനുദ്ധരിക്കുന്ന
ഇമാം സുബുക്കിയില്ലേ, അല്ലാമ ഉബാദിയില്ലേ, മഹല്ലിയുടെ ശർഹായിട്ട് അറിയപ്പെടുന്ന ഖല്ലൂബിയിലില്ലേ, ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പഴക്കം തന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാരും ഉലമാക്കള് കണക്കിനെ ഏത് വശത്തിൽ സ്വീകരിച്ചോ ആ വശത്തിൽ മാത്രമാണ് സ്വീകരിച്ചത്. ഏതാണ് ആ വശം? ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. ഏതാണ് ആ വശം? കണക്കനുസരിച്ച് സൂര്യാസ്തമനത്തിന്റെ ശേഷം ചന്ദ്രൻ മാനത്ത് ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായ കണക്ക് കൊണ്ട് മനസ്സിലായാൽ അന്ന് മാസം കണ്ടു, ഇല്ലാത്ത മാനത്ത് ഇല്ലാത്ത ചന്ദ്രനെ ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യം തള്ളിക്കളയണം, അത് കളവാകുന്നു എന്ന തീരുമാനമാണ് ഹിലാൽ കമ്മിറ്റിക്കുള്ളത്. ശരിക്കും മനസ്സിലാക്കിക്കോ. ഹിലാൽ കമ്മിറ്റി പറഞ്ഞത് ഇന്ന ദിവസം ചന്ദ്രനെ കാണാൻ സാധ്യതയല്ല എന്ന് കണക്കുകൊണ്ട് തെളിഞ്ഞാൽ, ആ ദിവസം കണ്ടു എന്നാരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. അപ്പൊ വിചാരെന്താ? ഹിലാൽ കമ്മിറ്റിയുടെ മൗലയന്മാര് ഇബ്രാഹിം മൗലവിയും മുജാഹിദീങ്ങളും മുജാഹിദ് സെന്ററിൽ കൂടിയിരുന്നിട്ട് ഇങ്ങനെ ഒരു പേനയും കടലാസും കൊടുത്തിട്ട് ഇങ്ങനെ കണക്കൂട്ടിയതാണ് വിചാരിച്ചത്. ഇത് വരെ കണക്കല്ല. കെ എൻ ഇബ്രാഹിം മൗലിക്കും മുജാഹിദ് പണ്ഡിതന്മാർക്കും വേറെ പണി. അവര് കിതാബ് ഒതുക്കുകയാണ്, ഖുർആനും ഹദീസും പഠിക്കുകയാണ്, ഗോളശാസ്ത്രം പഠിച്ചതല്ല. കണക്ക് പിന്നെ എവിടുന്നാ കിട്ടിയത്? അത് പഠിച്ച ഗോളശാസ്ത്ര പണ്ഡിതന്മാര്. എന്ന് മുതൽ 5000 കൊല്ലമായി തുടങ്ങിയിട്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ സഞ്ചാരങ്ങളും ചലനങ്ങളും ഉദയങ്ങളും അസ്തമയങ്ങളും ഒക്കെ നിരീക്ഷിക്കാൻ ഇവിടെ ഒരു വിഭാഗമുണ്ട്. ജ്യോതിശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയുന്ന, ആസ്ട്രോണമി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വിഭാഗം ആളുകൾ. തെറ്റിദ്ധരിക്കരുത്, ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രമാണ്. മനസ്സിലാക്കിക്കോ. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായി ഒരു മനുഷ്യൻ. ഏറ്റവും മഹത്വമേറിയ ഒരു സുന്നത്ത് നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പ്. ഓരോ രാജ്യങ്ങളിലും ദുൽഹജ്ജ് മാസപ്പിറവി ദർശിച്ചതിന്റെ മാനദണ്ഡത്തിലായിരിക്കണം നാം അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ദുൽഹജ്ജ് 9 കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ്. അതിനാൽ എല്ലാവരും ചൊവ്വാഴ്ച അറഫ ദിനമായി കണക്കാക്കി അറഫ നോമ്പ് അനുഷ്ഠിക്കുക. സൗദി അറേബ്യയിൽ അറഫായിൽ നിൽക്കുന്നത് തിങ്കളാഴ്ചയാണല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം തിങ്കളാഴ്ചയല്ല നോൽക്കേണ്ടത്. തിങ്കളാഴ്ച നമുക്ക് തിങ്കളാഴ്ച നോമ്പ് എന്ന നിലക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഏറ്റവും മഹത്വമേറിയ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയപ്പെട്ടിട്ടുള്ള മഹത്തായ ഈ വ്രതാനുഷ്ഠാനത്തെ അവഗണിക്കാതെ നാം ഏവരും സി പി ഉമർ സുല്ലമിക്ക് അന്നും ഇന്നുമുള്ള വാദം, അഥവാ KNM-ന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ പഴയ വാദം അത് കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. എന്നാൽ അവര് മാറി. ഇതായി അടുത്ത വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കേട്ടതുപോലെ ഈ പ്രാവശ്യവും ജിന്ന് വിഷ്ടം മുജാഹിദിന്റെ ആളുകൾ, അതുപോലെ KNM ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നവർ, അതിലെ അനസ് മൗലവി അടക്കം, ഹുസൈൻ സലഫി അടക്കം, താജുദ്ദീൻ സലാഹി അടക്കം, ഹനീഫ് ഗായക്കോടി അടക്കം അവരുടെ തല തൊട്ടപ്പൻ നേതാക്കന്മാര് തിരുത്തി പറഞ്ഞു, അറഫ നോമ്പ് അവിടെയുള്ള ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? അവർ ചോദിക്കാണ്. ഇത് മുമ്പ് ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ സുന്നികളെ കളിയാക്കി അവർക്ക് ലോകം തിരിയൂല എന്ന് പറഞ്ഞ് സുന്നികളെ നിങ്ങൾ കളിയാക്കി. സുന്നികൾ അന്നും ഇന്നും മഹാന്മാരായ അയിമത്ത് മുജ്തഹിദീങ്ങൾ എന്താണോ ആ വിഷയകമായി പറഞ്ഞത് അതിനാണ് പ്രാധാന്യം കൊടുത്തത്. കാരണം മാസപ്പിറവി പോലെയുള്ള വിഷയങ്ങൾ, അഥവാ ഇസ്ലാമിലെ ഒരു അനുഷ്ഠാന കർമ്മം, അത് അനുഷ്ഠാനമായി നിർവഹിക്കേണ്ട സമയത്തെ കുറിച്ച് കൃത്യമായി മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സമയം നിർണയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള നോമ്പ് പെരുന്നാൾ പോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ അതിന്റെ സമയം നിർണയിച്ചു തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? കണക്കന്മാരെ അവലംബമാക്കിയിട്ടാണോ, കണക്ക് നോക്കിയിട്ടാണോ? അലി മണിഫാൻ വന്നിട്ട് കണക്ക് കൊണ്ടുവന്നു, അയാളെ ഫോളോ അപ്പ് ചെയ്ത കുറെ ആളുകളുണ്ട്. അതുപോലെ കേരള ഹിലാൽ കമ്മിറ്റി പിരിച്ചുവിടേണ്ടതാണ് എന്ന് അവരിപ്പോ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കാരണം ഹിലാൽ കമ്മിറ്റിയാണ് മുമ്പ് ഈ വിഷയങ്ങളൊക്കെ ഒരു നാട്ടില് പെരുന്നാൾ ഉണ്ടാക്കിയതാ എന്നാണ് അറഫാ നോമ്പ്. ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം അറഫാ നോമ്പ് നോൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? ദുൽഹിജ്ജ 9 ഓരോ നാട്ടിലും എന്നാണ് വരുന്നത് അന്ന് നോൽക്കണം എന്നാണ്. അതേ പ്രായോഗികമാകുള്ളൂ. കാരണം മാർക്കോണി റേഡിയോ കണ്ടെത്തുന്നതിന്റെ മുമ്പ് ഒരു ഇസ്ലാമും അതിന്റെ ശേഷം ഒരു ഇസ്ലാമും ഉണ്ടാവില്ല. മാർക്കോണി റേഡിയോ കണ്ടെത്തുന്നതിന്റെ മുമ്പ് റേഡിയോ വേവ്സ് എന്ന ഒരു സഞ്ചാര പ്രക്രിയ ഭൂമിയിൽ നിർവഹിക്കപ്പെടുന്നതിന്റെ മുമ്പ് ആളുകൾ തിരിച്ചു വന്നതിന്റെ ശേഷമാണ് അറഫയിൽ എന്നാണ് ഒരുമിച്ച് കൂടിയിരുന്നത് മനസ്സിലാകുക. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം സർവ്വകാലികവും സർവ്വലൗകികവുമാണ്. ഓരോ നാട്ടിലും എപ്പോഴാണോ ദുൽഹിജ്ജ 9 വരുന്നത് അന്നാണ് യഥാർത്ഥത്തിൽ നോൽക്കേണ്ടത്. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമല്ല. അവിടെ ഉള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്നുള്ളൊരു വസ്വാസ്, അതിന് പ്രാമാണികമായ യാതൊരു അടിത്തറയുമില്ല. കഴിഞ്ഞ ഇസ്ലാമിക ചരിത്രത്തിലെ 1400 വർഷത്തിലെ ഒരു മുൻഗാമിയുടെയും ഒരു ഫത്വയുടെ അരക്കഷ്ണം പോലും ഒരാൾക്കും ഇതിൽ ഉദ്ധരിക്കാൻ സാധ്യമല്ല. നമ്മൾ ഏതെങ്കിലും സംഘത്തിന്റെയോ സംഘടനയുടെയോ ഭാഗമാണ് എന്നതാവരുത്. ഇങ്ങനെ തിരുത്തി പറഞ്ഞ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ നിങ്ങൾ തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ തിരുത്തും? ഇതേ താജുദ്ദീൻ സലാഹി തന്നെ പറയുന്നുണ്ട്, വഹാബി പ്രസ്ഥാനത്തിലെ KNM എന്ന് പറയുന്ന വിഭാഗം ആ ആളുകൾ ഇവിടെ സംസമിന്റെ പുണ്യത്തെ നിഷേധിച്ചോ, അജ്വക്കാരക്കയുടെ പുണ്യത്തെ നിഷേധിച്ചോ, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിഷേധിച്ച ഹദീസ് നിഷേധികളാണ് അവരെന്ന് KNM-നെ കുറിച്ച് വിസ്റ്റം ഗ്രൂപ്പും KNM-കാര് മർക്കസുദ്ദാവ ഗ്രൂപ്പിനെ കുറിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുകയാണ്. അതാണ് അന്ന് പറഞ്ഞിരുന്നത് നിങ്ങളോട്, നിങ്ങൾ ഒരിക്കലും ഈ വിഷയത്തിൽ നിങ്ങൾ കണക്കിനെ അവലംബമാക്കരുത്. ഇസ്ലാമിലെ മാസപ്പിറവി ഉറപ്പിക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. സുമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. സൂമൂ ലിറുയതിഹി, മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. വഅഫ്തിറൂ ലിറുയതിഹി, മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. അങ്ങനെയാ. ഫൈൻ ഗുമ്മ അലൈക്കും ഫാക്മിലു ഇദ്ദത ശഅബാന 30. റമദാനിന്റെ നോമ്പ് സംബന്ധമായി പറയുന്ന എടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് മേഘാവൃതമായി മാസപ്പിറവി കാണൂല എന്ന നിലയ്ക്ക് മേഘം മൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ മാസം പൂർണ്ണമാക്കുക, അഥവാ ശഅബാൻ 30 പൂർത്തിയാക്കി റമദാൻ ആരംഭിക്കുക. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഫുഖഹാ പറഞ്ഞു, അയിമത്ത് മുജ്തഹിദീങ്ങൾ പറഞ്ഞു, മാസപ്പിറവിയുടെ കാര്യങ്ങൾ അഥവാ നോമ്പ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത് അത് റുഇയത്തിനെ നോക്കിയിട്ടാണ്. ഓരോ നാട്ടിലെയും, ഇപ്പൊ നമ്മളെ കേരളത്തില് എല്ലായിടത്തും ഒരുപോലെ, എന്നാൽ കേരളം വിട്ട് കർണാടക, തമിഴ്നാട് പോലെയുള്ള പല രാജ്യങ്ങൾ, അതുപോലെ ഇഖ്തിലാഫുൽ മത്വാലി ഉള്ള ഫുഖഹാ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉദയ വ്യത്യാസമുള്ള രാജ്യങ്ങളിൽ നോമ്പ് പെരുന്നാളും വേറെയായിരിക്കും. അവർക്ക് എന്നാണോ നോമ്പ് അല്ലെങ്കിൽ പെരുന്നാൾ അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല നമുക്ക്, എന്നാൽ ഒരുപോലെ ആകുന്ന സമയവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദിപ്പ് വ്യത്യാസമുള്ള, ഉദയ വ്യത്യാസമുള്ള ആളുകൾ കൃത്യമായിട്ട് അവിടെ അവരവരുടെ നാട്ടിൽ എങ്ങനെയാണോ മാസപ്പിറവി ഉറപ്പിച്ചത് അതനുസരിച്ചാണ് അവർക്ക് നോമ്പും പെരുന്നാളും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുൽഹജ്ജ് 9 എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. ദുൽഹജ്ജ് 10 എന്ന് പറഞ്ഞാൽ വരുന്ന ശനിയാഴ്ചയാണ് യൗമുൻ നഹർ. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയും ഓവർടേക്ക് ചെയ്യേണ്ട, ചാടി കിടക്കേണ്ട, കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഷിആർ. ഈ ഷിആറിന് കോടാലി വെച്ചതാണ് വഹാബി പ്രസ്ഥാനം. ഈ ബിദായികൾ അവരെ ചെയ്തത് അതാണ്. എല്ലാ നന്മകളെയും മുടക്കി പുതിയ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് അവർക്കെതിരെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ അലയൊലികൾ തൊടുത്തു വിട്ടപ്പോൾ അവർ പിന്മാറുകയാണ്. ഓരോ വിഷയങ്ങളിലും അവർ പിന്മാറി. എന്തെല്ലാം അവർ പറഞ്ഞിരുന്നത്, ഇന്നും അവരിൽ മൂർഖൻ പാമ്പുകളുണ്ട്, അവരിൽ ഉഗ്രവാദികളുണ്ട്. അവരിലെ ഉഗ്രവാദികൾ എന്താ ചെയ്യുന്നത്?
ഇന്നും സുന്നികളെ അവര് കുബൂരികളെന്ന് ആക്ഷേപിക്കുന്നു, ഖബറാരാധകരെന്ന് മുദ്ര കുത്തുന്നു. അതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അവര് മുശ്രിക്കുകളാണെന്ന് പച്ചയിൽ പറയുന്നു. നമ്മളിവിടെ പേടിക്കേണ്ടത് RSSകാരെ BJPയെയോ അല്ല. ഓലൊന്നും നമ്മളെ ചെയ്യൂല, അവരൊന്നും നമ്മളൊന്നും ചെയ്യൂല. അവരൊന്നും നമ്മൾ പേടിക്കേണ്ട ആളുകളല്ല, അവരൊന്നും നമ്മളെ ശത്രുക്കളല്ല. നമ്മളെ യഥാർത്ഥ ശത്രുക്കളാരായി മൊയ്ലിയാക്കന്മാരാണ്, ഈ മുസ്ലിയാമാരാണെന്ന് പച്ചയിൽ പ്രസംഗിച്ച. അതുകൊണ്ട് ആ സുന്നികളെ, സുന്നി കുട്ടികളെ മദ്രസയിൽ പറഞ്ഞേക്കുന്ന സുന്നി കുട്ടികളൊക്കെ കഴുത്ത് ഞെരിച്ച് കൊന്നാളി എന്ന് പറഞ്ഞ് കർണാടക മുസ്ലിം സമുദായം RSSനൊന്നും ഒരിക്കലും പേടിക്കുകയേ ചെയ്യരുത്. ഒരു ഉപദ്രവവും നമുക്ക് ചെയ്യൂല, ദുനിയാവിനും ചെയ്യൂല, ആഖിറത്തിലും ചെയ്യൂല. നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇബ്ലീസിനെയും 2 മൊയ്ലിയാമാരെയും. ഈ 2 സംഗതി അല്ലാതെ മുസ്ലിങ്ങൾക്ക് പേടിക്കാൻ വേറൊന്നുമില്ല. മൂർഖമ്പാമ്പിനെ പോലും പേടിക്കണ്ട. അതിനടുത്ത് കഴുത്തിലിട്ടാൽ പോലും ഒരു മൊയ്ലിയാർക്ക് ഷെയ്ക്കൻഡ് കൊടുത്താൽ നരകത്ത് പോകും. ഒരു പാമ്പിനടുത്ത് കഴുത്തിലിട്ടാൽ ചിലപ്പോൾ സ്വർഗത്തും. മനസ്സിലാക്കാൻ വേണ്ടിയാണ് കടുപ്പത്ത് പറയാണ്, നല്ല സ്ട്രോങ്ങില്. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുള്ളൂ. എന്തുകൊണ്ട് പിശാച് മനുഷ്യനെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നത്, മൊയ്ലിയാമാരും മനുഷ്യരെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഈ വസ്തുത എന്തുകൊണ്ടറിയോ? ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുക. രാജ്യത്ത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന തകർത്തുകൊണ്ടിരിക്കുന്ന കർണാടകയിൽ ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ് അത് ദാരുണമായി RSSകാരെ കൊന്നൊടുക്കിയത്. RSS ഒന്നും നമ്മുടെ ശത്രുവല്ല, അവരൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേടിക്കേണ്ടത് മുസ്ലിംമാരെയാണ് എന്ന് പറഞ്ഞ ആളാണ് മുജാഹിദ് ബാദ്ഷാഹി. ഈ വിഷം ചീറ്റിക്കൊണ്ടിരുന്നുകൊണ്ട് ആളുകളെ തിരിച്ചറിയാണ്. അവരുടെ ആശയങ്ങൾ ഓരോന്നും തിരുത്തി. എത്രത്തോളം തിരുത്തി? അവരുടെ തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അവര് എത്രയോ മാറിപ്പോയി. നേരത്തെ പല കാര്യം, ഇന്നിപ്പോ ജിന്നാണ് ഒരു വിഭാഗം ആളുകൾ. വിഷ്ടം ഗ്രൂപ്പ് പറയുന്നത് എന്താ വെച്ചാല്, ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കുട്ടിച്ചേർത്താനെയും അതുപോലെ തന്നെ ചേക്കുട്ടി പാപ്പനെയൊക്കെ എന്താക്ക വിളിക്കാം. പിന്നെ മഹാന്മാരെ വിളിക്കാനേ പറ്റാത്തുള്ളൂ. ജിന്ന് വിഷ്ടം ഗ്രൂപ്പിന് അത്രേ ഉള്ളൂ. അവർക്ക് മഹാന്മാരെ വിളിക്കാൻ പറ്റൂല. കേന്നമ് കൃത്യമായിട്ട് അവരെ ആരോപിക്കുന്നുണ്ട്. അവരുടെ പേരിൽ ആരോപിക്കൽ, അവരുടെ പേരിൽ ശരിക്കും കൃത്യമായ രേഖകൾ, അവരുടെ വാദഗതികളെ കൃത്യമായി തുറന്നിട്ട് കേന്നമിന്റെ ഔദ്യോഗിക വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കടുത്ത വാദങ്ങളുമായിട്ടാണ് ആര് പോകുന്നത്? കേന്നമ് പോകുന്നത്. അതിനേക്കാൾ കടുത്ത വാദമായിട്ടാണ് ആര് പോണത്? മർക്കസുദാവ പോകുന്നത്. ജിന്ന് വിഷ്ടം ഗ്രൂപ്പിന്റെ ആളുകൾ തീർച്ചയായിട്ടും മുശ്രിക്കുകളാണ് എന്ന് തന്നെയാണ് പച്ചയിൽ കേന്നമും മർക്കസുദാവയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവര്, പക്ഷെ ജിന്നിന്റെ വാദികൾ അഥവാ വിഷ്ടം ഗ്രൂപ്പിന്റെ ആളുകൾക്ക് എന്തേ പ്രശ്നമില്ലാത്തുള്ളൂ, മഹാന്മാരെ വിളിക്കാൻ പറ്റൂല, അവരോട് സഹായം തേടാൻ പറ്റും, അത് ശിർക്കാണ്. എന്നാൽ ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്ന് ലജ്ജിച്ച് നാണം കുണുങ്ങിപ്പോകും. ആലോചിച്ചു നോക്ക് അവരുടെ ഓരോ നാളെ നമ്മുടെ കാരാപ്പറമ്പ് പള്ളിന്റെ സൈഡിലും ഇതേപോലത്തെ ഒരു കേന്ദ്രം ഉണ്ടാക്കി സക്കരിയ സുലായും ആരിസുബിൻ സലീമും പറപ്പൂരും PN ഒക്കെ വന്ന് ചികിത്സിക്കാനിരിക്കുന്ന ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിക്കേ. അതുകൊണ്ടാണ് മുജാഹിദുകൾ ഇത് സമ്മതിക്കാത്തത്. നമ്മുടെ പെങ്ങന്മാരെയും നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ ഉമ്മമാരെയും ഇത്തരം മന്ത്രവാദികളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളായി എറിഞ്ഞു കൊടുക്കാൻ മുജാഹിദുകൾക്ക് കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പഠിച്ചവർക്കും കഴിയില്ല. വിഷ്ടം ഗ്രൂപ്പിന്റെ ജിന്നഡ് സർക്കിൾ ചികിത്സയാണ് കാണുന്നത്. റുഖിയ ശറഇയ്യ നടപ്പിലാക്കുന്ന, പച്ചയിൽ നടപ്പിലാക്കുന്ന രംഗാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതാ കേന്നമിന്റെ ആളുകൾ അത് കാണിച്ചു. ഈ ടീമാണ് ഒരാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ല, എന്താണ് ബലിപെരുന്നാളിന്, അതായത് യൗമുൻ നഹറിൽ ബലി അറക്കണ്ടേ, ഉളഹിയത്ത് അറക്കണ്ടേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്തല്ലേ അത്? അപ്പൊ അയാൾ വരണ എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോത്തിനർത്തില്ല, ആടിനർത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അറക്കാൻ പറ്റൂല. അങ്ങനെ അറുത്താൽ അത് ഷിർക്കാണ്, അങ്ങനെ അറുത്താൽ അത് ഷിർക്കാണ് എന്ന് പറയുന്നത് ആരാ? ഉളഹിയത്ത് ഷിർക്കാണ്, എനിക്കതിൽ വിശ്വാസമല്ല. ഉളഹിയത്ത് ഷിർക്കാണ്, എനിക്കത് വിശ്വാസമല്ലാന്ന് പറയണത് ആരാ? നോക്കി, ഉളഹിയത്ത് ഷിർക്കാണ്. അഹമ്മദ്, ഞാൻ മുജാഹിദ് പ്രവർത്തകൻ തന്നെയാണ്. എന്താണ് സംശയം?
ഞാൻ ഉളിയത്ത് അറുക്കാറില്ല. അത് ഇബ്രാഹിം നബി എന്താണ് ഇവർക്ക് ശിർക്ക്, എന്താണ് തൗഹീദ് അറിയോ? അറിയാത്തൊരു ഉറപ്പല്ലേ? സുന്നികള് നേർച്ചക്ക് അറുക്കുന്നത് അതുകൊണ്ട് തിരുത്താണ്, ഓരോ സമയത്തും നേർച്ച ചെയ്യുന്നതും ഒരുപോലെയാണ്. ഞാൻ ഉളിയത്ത് അറുക്കാറില്ല. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം രണ്ടും എന്താണ് വ്യത്യാസം? അള്ളാഹുവിന് വേണ്ടി അറുക്കണം. ഇത് ഇബ്രാഹിം നബിയുടെ ഓർമ്മ പുതുക്കാനും അതിന്റെ സ്മരണക്ക് വേണ്ടിയല്ലാണ് ഉദിയത്ത് അറുക്കുന്നത്. അതുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകനായ ഞാൻ ഉദിയത്ത് അറുക്കാറില്ല. അത് രണ്ടും തമ്മിൽ പിന്നെന്താണ് സുന്നികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? സുന്നികള് ഓരോരോ ഔലിയാക്കളുടെ മേൽ നേർച്ചയുടെ മേൽ അറുക്കുന്നു, നമ്മൾ ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കുന്നു. അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അറഫ നോമ്പുമായി ബന്ധപ്പെട്ട് അവർ നല്ലൊരു തിരുത്തിയിട്ടുണ്ട്. അവർക്കിടയിൽ ഇപ്പോഴും അവരുടെ സംഘടനയ്ക്ക് ഇടയിൽ ആ വിഷയത്തിൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. അതൊക്കെ അവർ പ്രത്യക്ഷത്തിൽ പ്രകടമാക്കിയതാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും വെച്ചിട്ട് ഇനി സുന്നികളെ പഠിപ്പിക്കാൻ ഇവർ വരേണ്ടതില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് അറഫ എന്നാണ്, നമ്മളിവിടെ സമയം നോക്കുന്നത്, നിസ്കാരത്തിനും മറ്റൊക്കെ സമയം നിശ്ചയിക്കുന്നത് സൗദി അറേബ്യയിലെ സമയം നോക്കിയിട്ടല്ല. അവരുടെയും നമ്മുടേതും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഹുസൈൻ സലഫി പണ്ട് കേന്നമാരും പഠിപ്പിച്ചതുപോലെ ജ്യോതിശാസ്ത്രമോ മറ്റെന്തെങ്കിലും നോക്കിയിട്ടോ കണക്ക് നോക്കിയിട്ടോ അല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നക്സു. നമ്മൾ കണക്ക് നോക്കി തീരുമാനിക്കണോലല്ല, കണക്കൂട്ടി തീരുമാനിക്കണോലല്ല. സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ എന്താണോ പറഞ്ഞ, അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ച, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഞാൻ എങ്ങനെ നിസ്കരിച്ച് കാണിച്ചു വന്നോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഇതാണ് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട വിശ്വാസം. അള്ളാഹു നമ്മളെ